നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 മീനമാസം 14-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 28-ാം തീയതി ശനിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ ശനിയാഴ്ച സൂര്യോദയം 6:29 തൃശ്ശൂരിൽ, അസ്തമയം 6:32. നാളത്തെ രാഹുകാലം ശനിയാഴ്ച നിങ്ങൾക്കറിയാം, 9 മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ ശനിയാഴ്ചത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു. 8:50 വരെ ദശമി തിഥി. 8:50 കഴിഞ്ഞാൽ പിന്നെ വെളുത്തപക്ഷത്തിലെ ഏകാദശിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു ഏകാദശി. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും, ശ്രീരാമസ്വാമിക്ക് അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല, പാൽപ്പായസം, വെണ്ണ നിവേദ്യവും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. നാളത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രം ഹനുമാൻ സ്വാമിക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. പൂയം, മനീഴം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ശനിയാകുന്നു. അതിനാൽ പലപ്പോഴും നിങ്ങൾക്ക് കാണാം തൈപ്പൂയം സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്രകാരം പൂയം ഹനുമാൻ സ്വാമിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനാൽ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം, ശ്രീരാമസ്വാമിക്ക് അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല, പാൽപ്പായസവും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ ശുഭകരമായൊരു മുഹൂർത്തമുണ്ട്. വെളുത്തപക്ഷത്തിലെ പൂയമാണ്, വളരെയധികം മംഗളം ചെയ്യും. കറുത്തപക്ഷത്തിലെ പൂയത്തിനാണ് കാലും ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം കാലത്ത് 10:32 മുതൽ വരുന്ന 11:15 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ്. എല്ലാം വളരെ നന്മകളായി ഭവിക്കും ആ സമയം. കാരണം അത് ഇടവൻ രാശിയുടെ അന്ത്യമാണ്, സ്ഥിരരാശിയാണ്. എല്ലാ വിഷയങ്ങൾക്കും വളരെ അനുകൂലമാണെന്ന് തിരിച്ചറിയുക. നാളത്തെ പ്രാർത്ഥനാ വിഷയം ഞാൻ പറഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായി നാളത്തെ ദിനം സംഭാവ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.